കൂട്ടുകാരെ, ഒരു ദിവസം പെട്ടെന്നൊരു യുവതി അപ്രത്യക്ഷമാകുന്നു. അവളുടെ പിന്നാലെ അവശേഷിക്കുന്നത് ചില വിചിത്രമായ സൂചനകൾ മാത്രം. സമ്പന്നയും മാന്യ കുടുംബത്തിൽപ്പെട്ടവളുമായ ലേഡി ഫ്രാൻസിസ് കാർഫാക്സ് എവിടേക്കാണ് പോയത്? അവൾ സ്വമേധയാ മറഞ്ഞതോ അതോ ഭയാനകമായ ഒരു ഗൂഢാലോചനയുടെ ഇരയായതോ? ദുരൂഹമായ കേസിന്റെ ചുരുളഴിക്കാൻ രംഗത്തിറങ്ങുന്നത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ഡിറ്റക്റ്റീവ് ഷെർലക് ഹോംസ്. യൂറോപ്പിലെ വിവിധ നഗരങ്ങളിലൂടെ നീളുന്ന അന്വേഷണവും വഞ്ചനയും അപകടവും അപ്രതീക്ഷിതമായ ട്വിസ്റ്റും നിറഞ്ഞ ഈ കഥ നിങ്ങളെ അവസാന നിമിഷം വരെ ആകാംക്ഷയിലാഴ്ത്തും. ഇന്ന് നമുക്ക് കേൾക്കാം സർ ആർതർ കോനൻ ഡോയലിന്റെ അത്യന്തം രസകരമായ ഷെർലക് ഹോംസ് കഥ ലേഡി ഫ്രാൻസിസിന്റെ തിരോധാനം. അപ്പോൾ നമുക്ക് സമയം കളയാതെ കഥയിലേക്ക് കടക്കാം. ഷെർലക് ഹോംസ് ചാരു കസേരയിലേക്ക് കിടന്നുകൊണ്ട് നോട്ട് ബുക്ക് പോക്കറ്റിൽ നിന്നെടുത്ത് നോക്കിയ ശേഷം പറഞ്ഞു, ഈ ലോകത്തിൽ ഏറ്റവും വലിയ അപകടകാരികൾ കൂട്ടുകാരില്ലാതെ ഊരു ചുറ്റുന്ന പെണ്ണുങ്ങളാണ്. ഈ വിഭാഗം സ്ത്രീകളുടെ പ്രതീകമാണ് ലേഡി ഫ്രാൻസിസ് കാർഫാക്സ്. അവർക്ക് വല്ല ആപത്തും വന്നിരിക്കുമോ എന്നാണ് എൻ്റെ ഭയം. സാമാന്യ വിശേഷത്തിൽ നിന്ന് പെടുന്നനെ നടത്തിയ ഈ അവലോകനം രസകരമായിരുന്നു. ഹോംസ് കുറിപ്പ് നോക്കി. റെഫ്റ്റൺ പ്രഭുവിൻ്റെ കുടുംബത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേയൊരു വ്യക്തിയാണ് ലേഡി ഫ്രാൻസിസ്. എസ്റ്റേറ്റുകളെല്ലാം ആൺവഴിക്ക് വീതം വെച്ച് പോയിരുന്നു. പരിമിതമായ ജീവിതോപാധികളെ അവൾക്കുണ്ടായിരുന്നുള്ളൂ. എന്നാൽ വെള്ളി കൊണ്ട് നിർമ്മിച്ച സ്പാനിഷ് ആഭരണങ്ങളും കൗതുകമുളവാക്കുന്ന രത്നങ്ങളും അവൾക്ക് ലഭിച്ചിരുന്നു. ഇവയോട് അവൾക്ക് വലിയ ആഭിമുഖ്യവും ഉണ്ടായിരുന്നു. തന്മൂലം ആഭരണങ്ങളും രത്നങ്ങളും ബാങ്കറെ ഏൽപ്പിക്കാതെ അവൾ സദാ കൊണ്ടു നടക്കുകയാണ് ചെയ്തത്. ലേഡി ഫ്രാൻസിസ് മധ്യവയസ്കയായ ഒരു സുന്ദരിയാണ്. കാലക്കേടുകൊണ്ട് അവളൊരു പരിത്യക്തയായി. 20 വർഷം മുമ്പ് പോലും ആ കുടുംബത്തിൽ ഇഷ്ടം പോലെ ആളുകളും ഉണ്ടായിരുന്നു. അവൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? ലേഡി ഫ്രാൻസിസിന് എന്ത് സംഭവിച്ചു എന്നല്ലേ? അവൾ മരിച്ചോ ജീവിച്ചിരിക്കുന്നോ? അതാണ് നമ്മുടെ പ്രശ്നം. അവർക്ക് കൃത്യമായ ചില സ്വഭാവക്രമങ്ങളുണ്ട്. പണ്ട് അവളുടെ ആയിരുന്ന മിസ് ഡോബ്നിക്കിന് കഴിഞ്ഞ 4 വർഷമായി ഒന്നിടവിട്ടുള്ള ആഴ്ചകളിൽ അവൾ കത്തയച്ചിരുന്നു. മിസ് ഡോബ്നി ക്യാമ്പർവെൽ എന്ന സ്ഥലത്ത് വിശ്രമജീവിതം നയിക്കുകയാണ്. എൻ്റെ മുന്നിൽ ഈ പ്രശ്നം ഉന്നയിച്ചത് ആ സ്ത്രീയാണ്. അവർക്ക് മിസ് ലേഡി ഫ്രാൻസിസിൻ്റെ കത്ത് കിട്ടിയിട്ട് ഇപ്പോൾ 5 ആഴ്ചയോളമായി. ലൗന്നയിലെ നാഷണൽ ഹോട്ടലിൽ നിന്നായിരുന്നു ഒടുവിലത്തെ കത്ത് ലഭിച്ചത്. ലേഡി ഫ്രാൻസിസ് അവിടം വിട്ടിരിക്കാനാണ് ന്യായം. എന്നാൽ അവർ പുതിയ മേൽവിലാസമൊന്നും നൽകിയിട്ടില്ല. ബന്ധുക്കൾ വളരെ ഉത്കണ്ഠയോടെയാണ് കഴിയുന്നത്. അവരൊക്കെ വലിയ പണക്കാരായതിനാൽ അവളെ കണ്ടുപിടിക്കാനായി എത്ര വേണമെങ്കിലും ചെലവാക്കാൻ തയ്യാറാണ്. നമ്മൾ ഈ പ്രശ്നം പരിഹരിച്ചാൽ ആ പാഴ്ചെലവ് ഒഴിവാക്കാം. മിസ് ഡോബിനിയിൽ നിന്ന് മാത്രമേ നമുക്ക് വിവരം ലഭിച്ചിട്ടുള്ളൂ. ലേഡി ഫ്രാൻസിസുമായി എഴുത്തുകുത്തുകളുള്ള മറ്റു പലരും കാണണമല്ലോ. ഏയ്, അങ്ങനെയൊന്നുമില്ല. പിന്നെ എഴുത്തുകുത്തുള്ളത് ബാങ്കുമായിട്ടാണ്. ഒറ്റപ്പെട്ട സ്ത്രീകൾക്ക് ജീവിക്കാൻ പണം വേണം. അതിനാൽ അവർ സദാ പാസ്ബുക്ക് കൊണ്ട് നടക്കും, ഒരു ചെറിയ ഡയറി പോലെ. സിൽവെസ്റ്റേഴ്സ് ബാങ്കിലാണ് അവളുടെ ഇടപാട്. ലൗസെന്നയിലെ ബില്ല് കൊടുത്തു കഴിഞ്ഞപ്പോൾ പാസ്ബുക്കിൽ ഒരു താള് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ലൗസെന്നയിലേത് വലിയ തുകയായിരുന്നു. അതിനാൽ രൊക്കം പണം മാത്രമേ അവളുടെ പക്കലുണ്ടാവൂ. പിന്നെ അവളുടെ ഒരൊറ്റ ചെക്ക് മാത്രമേ മാറിയിട്ടുള്ളൂ. ആർക്കുള്ള ചെക്കാണ്? എവിടെ നിന്ന് മാറി? മിസ് മേരി ഡെവിൻ എന്നൊരാൾക്കാണ്. അത് എവിടെ നിന്ന് കിട്ടിയെന്നറിയാൻ വഴിയില്ല. മോണ്ട് പെയിലറിലെ ക്രെഡിറ്റ് ലിയോണസ് ബാങ്കിൽ നിന്നാണ് പണം പറ്റിയിരിക്കുന്നത്. ഇത് 3 ആഴ്ചകൾക്ക് മുമ്പാണ്. 50 പവൻ്റെ ചെക്കായിരുന്നു അത്. ഈ മേരി ഡെവിൻ ആരാണ്? അത് കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞു. ലേഡി ഫ്രാൻസിസിൻ്റെ തോഴിയായിരുന്നു അവർ. പക്ഷേ ലേഡി ഫ്രാൻസിസ് എന്താവശ്യത്തിന് വേണ്ടിയാണ് ഈ ചെക്ക് കൊടുത്തതെന്ന് നാം ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. നിങ്ങളുടെ ഗവേഷണ ഫലമായി ഇതൊക്കെ തെളിയുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഹോംസ് എന്നോടിത് പറഞ്ഞപ്പോൾ ഞാൻ ആകെ കണ്ണു തള്ളി ഹോംസിനെ നോക്കി. എൻ്റെ ഗവേഷണങ്ങളോ? അതെ, നിങ്ങൾ ലൗസന്ന വരെ പോകണം. എനിക്ക് ലണ്ടൻ വിട്ടു പോകാൻ ബുദ്ധിമുട്ടുണ്ട്. രാജ്യം വിടാൻ പാടില്ലെന്നതാണ് ഞാൻ പൊതുവെ സ്വീകരിച്ചിരിക്കുന്ന തത്വം. ഞാനിവിടെ ഇല്ലെങ്കിൽ സ്കോട്ട്ലൻഡ് യാർഡിന് ഏകാന്തത അനുഭവപ്പെടും. കുറ്റവാളികൾക്ക് അതൊരു പ്രേരണയായി ഭവിക്കും. വാട്സൺ, അതുകൊണ്ട് നിങ്ങൾ തന്നെ പോണം. എന്തെങ്കിലും വിവരം അറിയിക്കാനുണ്ടെങ്കിൽ കമ്പിയടിക്കാൻ മറക്കരുത്. 2 ദിവസങ്ങൾക്ക് ശേഷം ലൗസന്നയിൽ നാഷണൽ ഹോട്ടലിൽ ഞാൻ എത്തി. പ്രസിദ്ധനായ മാനേജർ എം മോസൻ എന്നെ എല്ലാ ആചാര മര്യാദകളോടും കൂടി സ്വീകരിച്ചു. ലേഡി ഫ്രാൻസിസ് അവിടെ ആഴ്ചകളോളം താമസിച്ചിരുന്നതായി അദ്ദേഹം അറിയിച്ചു.
അവളുമായി ഇടപെട്ട എല്ലാവർക്കും അവളെ വലിയ കാര്യമായിരുന്നു. അവൾക്ക് 40 വയസ്സിലേറെ പ്രായം വരില്ല. ഇപ്പോഴും അവൾ സുന്ദരിയാണ്. അവളുടെ വിലപിടിച്ച ആഭരണങ്ങളെപ്പറ്റി മോസർക്ക് അറിവില്ല. എന്നാൽ അവളുടെ കിടക്കമുറിയിലിരുന്ന പെട്ടി എപ്പോഴും പൂട്ടി വെച്ചിരിക്കുന്നതായി ഭൃത്യന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മേരി ഡെവിൻ എന്ന തോഴിയും യജമാനത്തിയെ പോലെ തന്നെ ജനപ്രീതി സമ്പാദിച്ചിരുന്നു. അവിടുത്തെ ഒരു ഹെഡ് വെയിറ്ററുമായി അടുപ്പത്തിലായിരുന്നു അവൾ. അതിനാൽ മേരി ഡെവിൻ്റെ അഡ്രസ്സ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. റുവൻട്രി ട്രാജൻ മോൺപേലിയർ എന്നാണ് ആ മേൽവിലാസം. ഇതെല്ലാം ഞാൻ കുറിച്ചു വെച്ചു. ഹോംസ് തന്നെ വന്നാലും വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ ഇത്രത്തോളം പ്രാവീണ്യം പ്രദർശിപ്പിക്കുകയില്ലെന്ന് ഞാൻ അഭിമാനിച്ചു. ഒരു കാര്യം മാത്രം ഒട്ടും വ്യക്തമായില്ല. പെട്ടെന്നൊരു നിമിഷത്തിൽ എന്തിന് സ്ഥലം വിട്ടു എന്ന് കണ്ടുപിടിക്കാൻ നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. ലൗസന്നായിൽ അവൾ വളരെ സന്തുഷ്ടയായിരുന്നു. വേനൽക്കാലം കഴിയുന്നതുവരെ അവിടെ തന്നെ താമസിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നതെന്ന് തോന്നുന്നു. ഒരൊറ്റ ദിവസത്തെ മുന്നറിയിപ്പോടുകൂടി സ്ഥലം വിടുകയായിരുന്നു. തന്മൂലം ഒരാഴ്ചത്തെ വാടക വെറുതെ കൊടുക്കേണ്ടി വന്നു. തോഴിയുടെ കാമുകനായി തീർന്ന ജൂൾസ് വിബർട്ടിന് മാത്രമേ ഇതേപ്പറ്റിയൊക്കെ എന്തെങ്കിലും നിർദ്ദേശം തരാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ജൂൾസിനെ കാണാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിനോട് വിവരങ്ങൾ അന്വേഷിച്ചു. അപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത്. ലേഡി ഫ്രാൻസിസിനെ കാണാൻ ആ ഹോട്ടലിൽ 1-2 ദിവസം മുമ്പ് ഒരു ദീർഘകായനായ ഒരാൾ വന്നിരുന്നു. കറുത്ത നിറം, താടിമീശയുണ്ട്. അയാൾക്ക് പട്ടണത്തിലെവിടെയോ മുറികളുണ്ട്. കായൽ തീരത്ത് ഉലാത്തിക്കൊണ്ട് അവർ കാര്യമായി സംസാരിക്കുന്നത് കാണാമായിരുന്നു. അവരുടെ സംസാരമൊക്കെ കണ്ടിട്ട് അയാൾ അവളെ അയാളുടെ കൂടെ പോരാൻ ക്ഷണിക്കുകയായിരുന്നു എന്നാണ് ജൂൾസിന് തോന്നിയത്. അവൾ അത് നിരസിക്കുന്നുമുണ്ടായിരുന്നു. അയാൾ ഒരു ഇംഗ്ലീഷുകാരനാണ്. എന്നാൽ പേരുകൊണ്ട് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഒട്ടും താമസിയാതെ അവൾ സ്ഥലം വിടുകയും ചെയ്തു. അവർ തമ്മിലുള്ള അടുപ്പവും ലേഡി ഫ്രാൻസിസിന്റെ പെട്ടെന്നുള്ള ഈ യാത്രയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നാണ് ജൂൾസ് വിബർട്ട് കരുതിയത്. അയാളുടെ കാമുകിയും അങ്ങനെ തന്നെയാണ് കരുതിയതെന്നാണ് അയാൾ പറയുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം ജൂൾസ് ചർച്ച ചെയ്തില്ല. അത് മേരി തൻ്റെ യജമാനത്തിയുമായി തെറ്റിപ്പിരിയാനുള്ള കാരണങ്ങൾ. അതേപ്പറ്റി ഒരക്ഷരം പോലും അയാൾ പറഞ്ഞില്ല, പറയുകയുമില്ല. മോൺപേലിയറിൽ പോയി മേരിയോട് തന്നെ ചോദിച്ചാലേ അതറിയാൻ കഴിയൂ. അങ്ങനെ ഈ അന്വേഷണത്തിൻ്റെ 1-ാം ഘട്ടം കഴിഞ്ഞു. ലൗസന്നെ വിട്ട ശേഷം ലേഡി ഫ്രാൻസിസ് പാർക്കുന്ന സ്ഥലത്ത് പോയി അന്വേഷിക്കുക എന്നതാണ് അടുത്ത ഘട്ടം. ആരിൽ നിന്നോ രക്ഷപ്പെടാൻ അവളിപ്പോൾ രഹസ്യമായി താമസിക്കുകയാണെന്നാണ് കരുതാനാവുന്നത്. അവളുടെ ലഗേജുകളിൽ പരസ്യമായി ബേഡനിലേക്ക് എന്നെഴുതിയത് എന്തിനാണ്? ആരെയോ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് തീർച്ചയാണ്. അവളും ആ ലഗേജുകളും ഏതൊക്കെയോ വളഞ്ഞ വഴികളിലൂടെ റൈൻ സുഖവാസ കേന്ദ്രത്തിൽ എത്തിച്ചേർന്നു. കൂക്സ് കമ്പനിയുടെ മാനേജറിൽ നിന്നാണ് ഇത്രയും വിവരങ്ങൾ ശേഖരിച്ചത്. എല്ലാ വിവരങ്ങളും കാണിച്ച് ഹോംസിന് ഞാൻ കമ്പിയടിച്ചു. അല്പം തമാശ രൂപത്തിലാണെങ്കിലും എന്നെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹം അതിന് മറുപടി അയച്ചു. പിന്നെ ഞാൻ ബേഡനിലേക്ക് തിരിച്ചു. ആ സ്ത്രീയെ പിന്തുടരാൻ ബേഡനിലും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. അവിടെ എൻഗ്ലിസ് സ്റ്റാർ ഹോഫിൽ ലേഡി ഫ്രാൻസിസ് 2 ആഴ്ച താമസിച്ചു. അവിടെ വെച്ച് ഡോക്ടർ ഷിംസ്ലിംഗ്ജർ എന്നൊരു മിഷണറിയുമായും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായും പരിചയപ്പെട്ടു. അവർ തെക്കേ അമേരിക്കയിൽ നിന്നുള്ളവരാണ്. ഏകാന്തതയുടെ തടവുകാരായ മറ്റു പല വനിതകളെയും പോലെ ലേഡി ഫ്രാൻസിസ് സുഖം കണ്ടെത്തിയത് മതത്തിലാണ്. അദ്ദേഹത്തിൻ്റെ അസാധാരണ വ്യക്തിത്വവും പൂർണ്ണ ഹൃദയത്തോടെയുള്ള ഭക്തിയും അവളെ അത്യധികം ആകർഷിച്ചു. ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കിടയിൽ പിടിപെട്ട ഒരു രോഗത്തിൽ നിന്നും അദ്ദേഹം സുഖം പ്രാപിച്ചു വരികയാണ്. ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരുന്ന അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ മിസ്സിസ് ഷ്ലെൻസിഞ്ചറെ അവൾ സഹായിച്ചു. വരാന്തയിൽ ചാരുകസേരയിട്ട് അദ്ദേഹം അതിൽ വിശ്രമിക്കും. ഭാര്യയും ലേഡി ഫ്രാൻസിസും 2 വശങ്ങളിലായി ഉണ്ടാവും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ദിനചര്യയെന്ന് മാനേജർ പറഞ്ഞു. പരിശുദ്ധ നാടുകളുടെ ഒരു ഭൂപടം അദ്ദേഹം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ മീഡിയ നൈറ്റുകളുടെ സാമ്രാജ്യത്തെ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. ആ സാമ്രാജ്യത്തെപ്പറ്റി അദ്ദേഹം ഒരു പ്രബന്ധവും എഴുതുന്നു. ആരോഗ്യം മെച്ചപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹവും ഭാര്യയും ലണ്ടനിലേക്ക് തിരികെ പോയി. ലേഡി ഫ്രാൻസിസ് കൂടി അവരോടൊപ്പം പോയി. 3 ആഴ്ച മുമ്പാണ് ഇത് സംഭവിച്ചത്. അതിൽ പിന്നെ അവളെപ്പറ്റി യാതൊരു വിവരവും മാനേജർക്കും അറിഞ്ഞുകൂടാ. കുറേ ദിവസം മുമ്പ് തന്നെ മേരി എന്ന തോഴി അവരുടെ യാത്ര പറഞ്ഞിരുന്നു. ഈ ബന്ധം എന്നേക്കുമായി അവസാനിപ്പിക്കുകയാണെന്ന് കണ്ണീരോടെ അവർ മറ്റു തോഴിമാരെ അറിയിച്ചു. എല്ലാവരുടെയും ബില്ലടിച്ചത് ഡോക്ടർ ഷ്ലിംസെഞ്ചറാണ്.
മാനേജർ ഉപസംഹാരമായി പറഞ്ഞു. ലേഡി ഫ്രാൻസിസറെ പറ്റി അന്വേഷിക്കുന്ന രണ്ടാമത്തെ ആളാണ് നിങ്ങൾ. ഇതേ ചോദ്യങ്ങളുമായി ഒരാഴ്ച മുമ്പാണ് മറ്റൊരാൾ വന്നത്. അയാൾ പേര് വല്ലതും പറഞ്ഞോ? ഇല്ല, പക്ഷേ ഒരു ഇംഗ്ലീഷുകാരനാണ്, വെറും സാധാരണക്കാരനല്ല. ഹോംസിനെ അനുകരിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ചോദിച്ചു. ഒരു പ്രാകൃത മനുഷ്യനാണോ? ലഭിച്ച വസ്തുതകളെ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ശരിയാണ്, അയാളെക്കുറിച്ച് അങ്ങനെ മാത്രമേ പറയാൻ പറ്റൂ. ആൾ തടിയനും താടിമീശക്കാരനുമാണ്. വെയിൽ കൊണ്ട് ശരീരം കറുത്തിട്ടുണ്ട്. വലിയ പരിഷ്കാര ഹോട്ടലുകളേക്കാൾ ഒരു കർഷക സത്രമാണ് അയാൾക്ക് ഇണങ്ങിയതെന്ന് തോന്നും. ഒരു ഭീകരനായ മനുഷ്യൻ. പക്ഷേ അയാളെ കുറ്റം പറയാൻ എനിക്ക് തോന്നിയിട്ടില്ല. മൂടൽമഞ്ഞ് മാറി കഥാപാത്രങ്ങൾ വ്യക്തിത്വത്തോടെ രംഗത്ത് വന്നപ്പോഴേക്കും അജ്ഞാത രഹസ്യങ്ങൾ രൂപം കൊള്ളുകയായി. ഇവിടെ സൽസ്വഭാവിയും പരിശുദ്ധയുമായ ഒരു സ്ത്രീയെ ഒരു മഹാദുഷ്ടൻ അനുഗമിക്കുകയാണ്. അവൾക്ക് അയാളെ ഭയമാണ്. അല്ലാത്ത പക്ഷം ലൗസന്നയിൽ നിന്ന് അവൾ കടന്നു കളയുകയില്ലായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അയാൾ ലേഡി ഫ്രാൻസിസിനെ കീഴ്പ്പെടുത്തിയേക്കാം. ഈ ഭയം കൊണ്ടാണോ അവൾ നിശബ്ദയായി കഴിഞ്ഞുകൂടുന്നത്? അയാളുടെ ആക്രമണത്തിൽ നിന്നോ ഭീഷണിയിൽ നിന്നോ അവളെ രക്ഷിക്കാൻ മറ്റാരും ഇല്ലേ? ഇങ്ങനെ പിന്തുടരുന്നതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്തായിരിക്കാം? ഈ പ്രശ്നമാണ് എനിക്ക് പരിഹരിക്കേണ്ടിയിരുന്നത്. ഞാൻ ഹോംസിന് കത്തെഴുതി. എത്ര പെട്ടെന്നാണ് കാതലായ പ്രശ്നത്തിൽ ഞാൻ ചെന്നെത്തിയതെന്ന് അതിൽ അഭിമാനം പ്രകടിപ്പിച്ചു. മറുപടി ഒരു ടെലിഗ്രാം ആയിരുന്നു. അതിൽ ഡോക്ടർ ഷ്ലംസിഞ്ചറുടെ ഇടത്തെ ചെവിയെപ്പറ്റി വിവരങ്ങൾ ചോദിച്ചിരുന്നു. ഹോംസിന്റെ തമാശകൾ പൊതുവെ അസാധാരണങ്ങളാണ്. ചിലപ്പോഴൊക്കെ അത് നമ്മെ വേദനിപ്പിച്ചുവെന്ന് വരാം. തന്മൂലം സന്ദർഭോചിതമല്ലായിരുന്ന ഈ ഫലിതം ഞാൻ നിസ്സാരമായി തള്ളിക്കളഞ്ഞതേ ഉള്ളൂ. അവിടെ നിന്നും മോൺപെയറിലെത്തി മേരിയെ അന്വേഷിച്ചുള്ള യാത്രയായിരുന്നു അടുത്തത്. അവളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അവൾ പരാമർശിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയും എനിക്ക് സാമാന്യ ജ്ഞാനമുണ്ടായിരുന്നു. അവൾ വളരെ വിശ്വസ്തയാണ്. തൻ്റെ യജമാനത്തി സുരക്ഷിതമായ കരങ്ങളിൽ എത്തിപ്പെട്ടിരിക്കുന്നു എന്ന് ബോധ്യമായതുകൊണ്ടാണ് അവൾ സേവനം അവസാനിപ്പിച്ച് പിരിഞ്ഞു പോയത്. തൻ്റെ വിവാഹവും അടുത്തു വരികയാണ്. ഒരു വേർപാട് കൂടിയേ തീരൂ. എന്നാൽ ബേഡനിൽ വെച്ച് മേരി തൻ്റെ നിലപാട് സൂചിപ്പിച്ചപ്പോൾ അവർ തമ്മിൽ അല്പം തെറ്റി. തൻ്റെ സ്വഭാവശുദ്ധിയിൽ സംശയാലുവായിട്ടാണോ പിരിഞ്ഞു പോകുന്നതെന്ന് ഫ്രാൻസിസ് അവളോട് ചോദിച്ചു. ഈ അഭിപ്രായ വ്യത്യാസം വേർപാട് സുഗമമാക്കി. കല്യാണ സമ്മാനമെന്ന നിലയ്ക്ക് 50 പവൻ അവർ മേരിക്ക് നൽകി. എന്നെപ്പോലെ തന്നെ മേരിയും ആ പ്രാകൃത രൂപിയായ അപരിചിതനെ വളരെ ഭയാശങ്കയോടെയാണ് കണ്ടിരുന്നത്. കായൽ തീരത്ത് വെച്ച് അയാൾ ലേഡി ഫ്രാൻസിസിനെ ബലമായി കടന്നു പിടിച്ച കാര്യം അവൾ ഓർത്തു. ഷ്ലെൻസിഞ്ചറുടെ കൂടെ ലണ്ടനിലേക്ക് പോയ തൻ്റെ യജമാനത്തിക്ക് ഇനി ആപത്തൊന്നും വരാനില്ലെന്ന് മേരി ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഈ ഭീഷണിയെപ്പറ്റി അവൾ മേരിയോട് യാതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ലേഡി ഫ്രാൻസിസ് നിരന്തരം ഭയപ്പെട്ടാണ് കഴിഞ്ഞതെന്ന് അവൾക്കറിയാമായിരുന്നു. സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അവൾ പേടിച്ചു വിറച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. ഞാൻ പറഞ്ഞില്ലേ, ആ നാശം പിടിച്ചവൻ ഇതാ ഇങ്ങോട്ട് വരുന്നു. സ്വീകരണ മുറിയിലെ ജനാലയിലൂടെ ഞാനത് കണ്ടു. ഇരുണ്ട നിറമുള്ള ഒരു തടിയൻ, പരുക്കൻ താടിമീശ. അയാൾ വീടുകൾ നോക്കി നോക്കി വരികയാണ്. എന്നെപ്പോലെ അയാളും ആ സ്ത്രീയെ അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ്. പെട്ടെന്നൊരു ഭൂതോദയമുണ്ടായതുപോലെ ഞാൻ എഴുന്നേറ്റ് ചെന്ന് അയാളെ സ്വീകരിച്ചു. നിങ്ങളൊരു ഇംഗ്ലീഷുകാരനല്ലേ? ഞാൻ ചോദിച്ചു. ഞാൻ ആരായാലും നിങ്ങൾക്കെന്താ നഷ്ടം? താങ്കളുടെ പേരെന്താണ്? വേണ്ട വേണ്ട, അതൊന്നും ചോദിക്കണ്ട. രംഗം വളരെ വഷളായിപ്പോയി. അതിനാൽ വളച്ചു കെട്ടാതെ കാര്യം പറയുന്നതാണ് ഏറ്റവും നല്ല വഴിയെന്ന് എനിക്ക് തോന്നി. ലേഡി ഫ്രാൻസിസ് കാർഫക്സ് എവിടെ? ഞാൻ ചോദിച്ചു. അയാൾ അന്തം വിട്ടെന്നെ നോക്കി. നിങ്ങൾക്ക് അവരുമായുള്ള ഇടപാടെന്താണ്? നിങ്ങൾ എന്തിനാണ് അവളെ പിന്തുടരുന്നത്? മറുപടി പറഞ്ഞേ തീരൂ, ഞാൻ ദൃഢസ്വരത്തിൽ അയാളോട് പറഞ്ഞു. അയാൾ കോപത്തോടു കൂടി ഗർജിച്ചുകൊണ്ട് ഒരു കടുവായെ പോലെ എൻ്റെ നേരെ ചാടി. ആ മനുഷ്യന് ഉരുക്കുമുഷ്ടികളും ചെകുത്താൻ്റെ പ്രതികാരഭാവവും ഉണ്ടായിരുന്നു. അയാൾ എൻ്റെ കഴുത്തിൽ കടന്നു പിടിച്ചു. ഞാൻ ഏതാണ്ട് ബോധം കെട്ട നിലയിലായി. ഭാഗ്യവശാൽ ഇത് കാണാനിടയായ ഒരു ഫ്രഞ്ചുകാരൻ ഓടിയെത്തി. അയാളുടെ കയ്യിൽ ഒരു കുറുവടി ഉണ്ടായിരുന്നു. ആക്രമിയെ അയാൾ ഒന്ന് പ്രഹരിച്ചു. ആഗതൻ പിടിവിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. കോപത്തോടുകൂടി എൻ്റെ നേരെ ഒന്നുകൂടി അലറിയിട്ട് ആ മനുഷ്യൻ മേരിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. എന്നെ രക്ഷിച്ച ആ അപരിചിതന് ഞാൻ നന്ദി പറഞ്ഞു. വാട്സൺ, നിങ്ങൾ ആ രംഗം കൈകാര്യം ചെയ്തത് അത്ര നന്നായില്ല. രാത്രിയിലെ എക്സ്പ്രസ്സിന് നിങ്ങൾ എൻ്റെ കൂടെ ലണ്ടനിലേക്ക് വരുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ആ ഫ്രഞ്ചുകാരൻ പറഞ്ഞു.
ഈ ഫ്രഞ്ചുകാരൻ എന്താ പറയുന്നത്? ഞാൻ കുറച്ചു സമയം ആലോചിച്ചു. അയാൾക്ക് എങ്ങനെ എൻ്റെ പേരറിയാം? അങ്ങനെ 1 മണിക്കൂറിന് ശേഷം ഞാൻ ഹോട്ടലിൽ എത്തുമ്പോൾ എൻ്റെ മുറിയിൽ ഒരാൾ ഇരിക്കുന്നു. ഷെർലക് ഹോംസ്. ആപത്തിൽ നിന്ന് രക്ഷിച്ചത് വേഷപ്രച്ഛന്നനായ ഹോംസ് തന്നെയായിരുന്നു. വാട്സൺ, തുടർച്ചയായ വിചിത്രമായ അന്വേഷണമാണ് നിങ്ങൾ നടത്തിയത്. സാധ്യമായ ഒരബദ്ധവും ചെയ്യാതെ നിങ്ങൾ വിട്ടുകളഞ്ഞതായി ഞാനിപ്പോൾ ഓർക്കുന്നില്ല. എല്ലായിടത്തും ആപൽ സൂചന നൽകുകയും ഒന്നും കണ്ടെത്താതിരിക്കുകയുമാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങളായാലും ഇതിൽ കൂടുതലൊന്നും ചെയ്യുമായിരുന്നില്ല. ഈർഷ്യയോടെ ഞാൻ ഹോംസിനോട് പറഞ്ഞു. ഞാൻ മെച്ചമായി ചെയ്തു കഴിഞ്ഞു. നിങ്ങളുടെ കൂടെ ഈ ഹോട്ടലിൽ താമസിക്കുന്ന ബഹുമാനപ്പെട്ട ഫിലിപ്പ് ഗ്രീൻ ഇതാ വരുന്നു. അയാളിൽ നമുക്ക് വിജയകരമായ ഒരു അന്വേഷണത്തിലുള്ള ആരംഭസ്ഥാനം കാണാം. ഞങ്ങളിരുന്ന മുറിയിലേക്ക് ആ താടിക്കാരൻ തടിയൻ കടന്നു വന്നു. എന്നെ ആക്രമിച്ച അതേ ആൾ തന്നെ. മിസ്റ്റർ ഹോംസ്, ഇതെന്താണ്? അയാൾ ചോദിച്ചു. നിങ്ങൾ ക്ഷണിച്ചതനുസരിച്ചല്ലേ ഞാനിവിടെ വന്നത്. ഈ മനുഷ്യനെന്താ ഇവിടെ കാര്യം? ഇത് എൻ്റെ പഴയ സുഹൃത്തും സഹായിയുമാണ്, ഡോക്ടർ വാട്സൺ. അദ്ദേഹം ഇക്കാര്യത്തിൽ നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അപരിചിതൻ എനിക്ക് കൈ തന്നു. അയാൾ എന്നോട് മാപ്പ് ചോദിച്ചു. അതിനുശേഷം അയാൾ ഹോംസിനോട് ഒരു സംശയം ഉന്നയിച്ചു. മിസ്റ്റർ ഹോംസ്, ഈ ലോകത്ത് ഞാനെന്നൊരാളുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ലേഡി ഫ്രാൻസിസിൻ്റെ ആയായിരുന്ന മിസ് ഡോബ്നിയിൽ നിന്ന് എനിക്ക് വിവരങ്ങൾ കിട്ടാറുണ്ട്, ഹോംസ് പറഞ്ഞു. ഓ, ആ പഴയ സൂസൻ ഡോബ്നി. ഞാനവരെ നല്ലവണ്ണം ഓർക്കുന്നു, അയാൾ പറഞ്ഞു. അവർക്ക് നിങ്ങളെയും ഓർമ്മയുണ്ട്. ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകാൻ നിങ്ങൾ ആലോചിച്ചിരുന്നില്ലേ? അതിനും മുമ്പുള്ള കാര്യങ്ങളാണ് അവർക്ക് ഓർമ്മയുള്ളത്. ഓ, അങ്ങനെയോ? നിങ്ങൾക്കെൻ്റെ കഥ മുഴുവൻ അറിയാം അല്ലേ? ഞാൻ നിങ്ങളോട് ഒന്നും മറച്ചു വയ്ക്കുന്നില്ല. ഈ ലോകത്ത് ഒരു പുരുഷനും ഒരു സ്ത്രീയെ സ്നേഹിക്കാത്തത്ര തീവ്രമായിരുന്നു എനിക്ക് ഫ്രാൻസക്സിനോടുള്ള സ്നേഹം. ഞാൻ മൃഗീയ സ്വഭാവമുള്ള ചെറുപ്പക്കാരനായിരുന്നു. എങ്കിലും എൻ്റെ സമപ്രായക്കാരുടെ അത്ര മോശക്കാരനായിരുന്നില്ല. എന്നാൽ അവളുടെ മനസ്സ് മഞ്ഞകട്ട പോലെ പരിഭാവനമായിരുന്നു. മര്യാദകേടിൻ്റെ നിഴൽ വീഴ്ത്തിയാൽ പോലും അവൾക്ക് സഹിക്കാനാവുകയില്ല. എൻ്റെ ചെയ്തികളെക്കുറിച്ചൊക്കെ അറിഞ്ഞപ്പോൾ അവൾ എന്നോട് സംസാരിക്കുക പോലും ചെയ്യാതെയായി. എന്നിട്ടും അവൾ എന്നെ സ്നേഹിച്ചു. അതാണ് അത്ഭുതം. എന്നെ കരുതി മാത്രം അവൾ കാത്തിരുന്നു. പിന്നെ എനിക്ക് പണവും പ്രതാപവും ഒക്കെ വന്നു ചേർന്നു. അപ്പോൾ അവളെ വശപ്പെടുത്തിയെടുക്കാൻ എളുപ്പമുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവൾ വഴങ്ങിയില്ല. ഇന്നും അവിവാഹിതയായി കഴിയുന്നു. ലൗസന്നയിൽ വെച്ച് ഞാൻ അവളെ കണ്ടു. എങ്ങനെയെങ്കിലും അവളിലൊരു മാറ്റമുണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കി. ഫലമുണ്ടായില്ല. അടുത്ത ദിവസം ഞാൻ വന്നപ്പോഴേക്കും അവൾ സ്ഥലം വിട്ടിരുന്നു. അങ്ങനെ അവളെ അന്വേഷിച്ചാണ് ഞാൻ ബേഡനിലെത്തിയത്. അവളുടെ തോഴി ഇവിടെ ഉണ്ടെന്ന് അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അവിടെ വെച്ച് ഡോക്ടർ വാട്സൺ അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി. ദൈവത്തെ ഓർത്ത് നിങ്ങൾ പറയൂ, ലേഡി ഫ്രാൻസിസിന് എന്തു പറ്റി? അതാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്, ഷെർലക് ഹോംസ് ഒരു പ്രത്യേക ഗൗരവഭാവത്തിൽ പറഞ്ഞു. മിസ്റ്റർ ഗ്രീൻ, നിങ്ങളുടെ ലണ്ടൻ വിലാസം എന്താണ്? ലാഘം ഹോട്ടലിൽ അന്വേഷിച്ചാൽ എന്നെ കാണാം. അങ്ങനെയെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോവുക. അന്വേഷിച്ചാൽ അവിടെ ഉണ്ടാവണം കേട്ടോ. തെറ്റായ പ്രതീക്ഷകളൊന്നും ഞാൻ തരുന്നില്ല. എന്നാൽ ലേഡി ഫ്രാൻസിസിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടുന്നതെല്ലാം ഞങ്ങൾ ചെയ്യുന്നതുമാണ്. തൽക്കാലം ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഈ കാർഡ് നിങ്ങളുടെ പക്കലിരിക്കട്ടെ. ആവശ്യമുള്ളപ്പോൾ ഞങ്ങളുമായി ബന്ധപ്പെടാം. വാട്സൺ, നിങ്ങളും തിരികെ പോവുകയല്ലേ? എങ്കിൽ മിസ്സിസ് ഹഡ്സന് ഞാനൊരു കമ്പി അടിക്കാം. വിശന്നു വരുന്ന 2 യാത്രക്കാർക്ക് നാളെ 7:30 ആഹാരം കൊടുക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന്. ഞങ്ങൾ ബേക്കർ സ്ട്രീറ്റിലെത്തിയപ്പോൾ അവിടെ ഒരു കമ്പി വന്ന് കിടപ്പുണ്ടായിരുന്നു. താല്പര്യപൂർവ്വം വായിച്ചിട്ട് ഷെർലക് ഹോംസ് അത് എൻ്റെ കയ്യിൽ തന്നു. പരുക്കൻ അഥവാ പിളർന്നത് എന്ന് മാത്രമേ അതിലുള്ളൂ. ബേഡനിൽ നിന്ന് അയച്ചതാണ്. ഇതെന്താണ്? ഇതെല്ലാമാണ്. അപ്രസക്തമെന്ന് നിങ്ങൾക്ക് തോന്നിയ ഒരു ചോദ്യം ഓർക്കുന്നുണ്ടോ? ആ മിഷണറിയുടെ ഇടത്തെ ചെവിയെപ്പറ്റി. അതിന് നിങ്ങൾ മറുപടി അയച്ചില്ലല്ലോ. ഞാൻ ബേഡൻ വിട്ടു കഴിഞ്ഞിരുന്നതിനാൽ അന്വേഷിക്കാൻ കഴിഞ്ഞില്ല ഹോംസ്. ഞാൻ മറുപടി പറഞ്ഞു. ശരിയാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു പകർപ്പ് എൻഗ്ലിസ് ചെർഹോഫിന് അയച്ചു. അതിൻ്റെ മറുപടിയാണിത്. ഇതിൽ പറയുന്നത് എന്താണ്? കുശാഗ്രബുദ്ധിയും അപകടകാരിയുമായ ഒരു അസാധാരണ മനുഷ്യനെയാണ് നാം കൈകാര്യം ചെയ്യുന്നത്. റവറ ഡോക്ടർ ഷ്ലംസ്രിഞ്ചർ തെക്കേ അമേരിക്കയിൽ നിന്ന് വന്ന മിഷണറിയാണെന്നല്ലേ നാം ധരിച്ചിരിക്കുന്നത്. ആസ്ട്രേലിയയിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള അക്രമികളിൽ അഗ്രഗണ്യമായ ഹോളി പീറ്റിയേഴ്സൺ തന്നെയാണ് അയാൾ.
അലഞ്ഞു തിരിയുന്ന പെണ്ണുങ്ങളുടെ മതവികാരം ചൂഷണം ചെയ്ത് അവരെ അപഹരിക്കുക എന്നതാണ് അയാളുടെ മുഖ്യ വിനോദം. അയാളുടെ ഭാര്യയായി അഭിനയിക്കുന്നത് ഫ്രേസർ എന്നൊരു ഇംഗ്ലീഷ് വനിതയാണ്. അവർ ഇക്കാര്യത്തിൽ അയാളെ നല്ലവണ്ണം സഹായിക്കുന്നു. അയാളുടെ തന്ത്രങ്ങളും ശാരീരിക സവിശേഷതകളുമെല്ലാം വെച്ചുകൊണ്ട് ആദ്യം തന്നെ ഞാനിത് സംശയിച്ചിരുന്നു. 89 നടന്ന ഒരു സംഘട്ടനത്തിൽ അയാൾക്ക് നല്ലൊരു കടിയേറ്റിട്ടുണ്ട്. ഈ പൈശാചിക ദമ്പതികളുടെ പിടിയിലാണ് പാവപ്പെട്ട ഈ സ്ത്രീ അകപ്പെട്ടിരിക്കുന്നത്. അവൾ കൊല്ലപ്പെട്ടിരിക്കാനും വളരെയേറെ സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം മിസ് ഡോബ്നിക്കോ മറ്റാർക്കെങ്കിലുമോ കത്തെഴുതാൻ പോലും കഴിയാത്ത വിധം അവൾ തടങ്കലിൽ കഴിയുകയായിരിക്കും. അവൾ ലണ്ടനിൽ തന്നെ ഉണ്ടാവുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതെവിടെയായിരിക്കുമെന്ന് ഇപ്പോൾ പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഭക്ഷണം കഴിക്കാം, എന്നിട്ട് ക്ഷമയോടെ കാത്തിരിക്കാം. ഇന്ന് വൈകിട്ട് ലെസ്റ്റേഡിനെ സ്കോട്ട്ലൻഡ് യാർഡിൽ ചെന്ന് കണ്ട് സംസാരിക്കുന്നുണ്ട്. ലണ്ടനിലുള്ള ലക്ഷക്കണക്കിന് ജനങ്ങൾക്കിടയിൽ നിന്ന് ഈ 3 പേരെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പത്രത്തിൽ പരസ്യം കൊടുത്തു നോക്കി, പ്രയോജനമൊന്നും ഉണ്ടായില്ല. സൂചനകളെക്കുറിച്ച് അന്വേഷണം നടത്തി, അതും ഫലപ്രദമായില്ല. ഷ്ലിംസിഞ്ചർ സന്ദർശിക്കാനിടയുള്ള ക്രിമിനൽ സങ്കേതങ്ങൾ പരിശോധിച്ചതുകൊണ്ടും ഗുണമുണ്ടായില്ല. അയാളുടെ പഴയ കൂട്ടുകാരെ ശ്രദ്ധിച്ചു. അവർ അയാളെ ഒഴിവാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു പ്രകാശകിരണം പൊട്ടിവിടർന്നു. ഭംഗിയായി ഷേവ് ചെയ്തിട്ടുള്ള ഒരാൾ വൈദിക വേഷധാരി വെസ്റ്റ്മിനിസ്റ്റർ റോഡിലെ ബെവിങ്ടൺസിൽ ഒരു മാല പണയം വച്ചിരിക്കുന്നു. വെള്ളിയിൽ തീർത്ത വെട്ടിത്തിളങ്ങുന്ന ഒന്നാണത്. പേരും മേൽവിലാസവും കൃത്രിമമാണ്. ചെവി ആരും ശ്രദ്ധിച്ചില്ല. എന്നാൽ മറ്റു ലക്ഷണങ്ങളെല്ലാം ഷ്ലംസിഞ്ചറുടേതാണ്. ലാഖാമിലുള്ള താടിക്കാരൻ സുഹൃത്ത് കൂടെ കൂടെ ഹോംസിനോട് പറയുന്നു, താങ്കൾ എനിക്ക് എന്തെങ്കിലും ഒരു പണി തരൂ. ഹോംസ് സമ്മതിച്ചു. അയാളിപ്പോൾ ആഭരണങ്ങൾ പണയം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അയാളെ നമുക്ക് പിടികൂടണം. ഹോംസ് പറഞ്ഞു. ലേഡി ഫ്രാൻസിസിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമെന്നാണോ ഇതിൻ്റെ അർത്ഥം? ഹോംസ് ഗൗരവപൂർവ്വം തലയാട്ടി. ഇത്ര നാൾ അവളെ തടങ്കലിൽ വച്ച ശേഷം ഇപ്പോൾ കൊന്നുകളയാൻ സാധ്യതയില്ല. പക്ഷേ എന്തും സംഭവിച്ചുകൂടായികയില്ല. ഞാൻ എന്ത് ചെയ്യണം? ലാഖാമിനുള്ള താടിക്കാരൻ സുഹൃത്തായ ഗ്രീൻ ചോദിച്ചു. ഷെർലക് ഹോംസ് അയാളോട് ചോദിച്ചു. അവരാരും നിങ്ങളെ കണ്ടാൽ അറിയുകയില്ലല്ലോ അല്ലേ? ഇല്ല. താമസിയാതെ ഷ്ലംസിഞ്ചർ മറ്റൊരു പണയമെടുപ്പുകാരനെ സമീപിച്ചേക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് വേണ്ടത് ചെയ്യാം. ബെവിങ്ടൺസിൽ തന്നെ വീണ്ടും എത്തിയെന്നും വരാം. ഞാൻ അവർക്കൊരു കുറിപ്പ് തരാം. നിങ്ങൾ അവിടെ ഇരിക്കാം. അയാൾ അവിടെ വരുന്നുവെങ്കിൽ കൂടെ വീട്ടിലേക്ക് പോകണം. അവിവേകമൊന്നും കാണിക്കരുത്. ബലപ്രയോഗവും പാടില്ല. എൻ്റെ അറിവും അനുവാദവും കൂടാതെ യാതൊന്നും ചെയ്യരുത്. ക്രീമിയൻ യുദ്ധത്തിൽ ഫ്ലീറ്റ് കമാൻഡറായിരുന്ന ഫിലിപ്പ് ഗ്രീനിൻ്റെ പുത്രനാണ് ഇദ്ദേഹം. അച്ഛൻ്റെയും മകൻ്റെയും പേര് ഒന്ന് തന്നെയാണ്. ഫിലിപ്പ് ഗ്രീൻ 2 ദിവസം കാവലിരുന്നു. ഫലമൊന്നും ഉണ്ടായില്ല. 3-ാം ദിവസം വൈകിട്ട് അയാൾ ഓടിയെത്തി. അയാൾ കിതയ്ക്കുകയാണ്. നമുക്കയാളെ കിട്ടി, നമുക്കയാളെ കിട്ടി, അയാൾ വിളിച്ചു പറഞ്ഞു. വെപ്രാളം പിടിച്ചിരുന്ന അയാളെ ഹോംസ് ശാന്തനാക്കി ഒരു ചാരി കസേരയിൽ പിടിച്ചിരുത്തി. എന്താണ് സംഭവിച്ചത് ഗ്രീൻ, പറയൂ, ഹോംസ് നിർദ്ദേശിച്ചു. 1 മണിക്കൂർ മുമ്പേ അവൾ വന്നു. അയാളുടെ ഭാര്യ. ഓ, ആ സ്ത്രീയോ? അവൾ പണയം ഓഫീസിൽ നിന്നിറങ്ങിയപ്പോൾ ഞാൻ പിന്നാലെ നടന്നു. അവൾ കെന്നിങ്ടൺ റോഡിലുള്ള ഒരു ശവപ്പെട്ടിക്കടയിൽ കയറി. അവിടെ കൗണ്ടറിനടുത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഞാനും കടയിലേക്ക് കയറി. ഞാൻ താമസിച്ചു പോയി അല്ലേ? അവൾ ശവപ്പെട്ടിക്കടക്കാരിയോട് ചോദിക്കുന്നത് ഞാൻ കേട്ടു. ഇതിനു മുമ്പേ അവിടെ എത്തിക്കേണ്ടതായിരുന്നു. ഇതൊരു സാധാരണ കാര്യമല്ലല്ലോ. അല്പം കൂടുതൽ സമയമെടുത്തു. എന്നെ കണ്ടയുടനെ അവർ സംഭാഷണം നിർത്തി. ഞാൻ എന്തോ ചോദിച്ചിട്ട് കടയിൽ നിന്ന് ഇറങ്ങി. കൊള്ളാം, നിങ്ങൾ കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു. പിന്നെ എന്താണ് ഉണ്ടായത്? ഹോംസ് തിടുക്കത്തിൽ അന്വേഷിച്ചു. അവൾ ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഒരിടത്ത് മറഞ്ഞിരുന്നു. അവൾ സംശയത്തോടെ ചുറ്റും നോക്കി. എന്നെ അവൾ കണ്ടില്ല. ഞാൻ അവളെ പിന്തുടർന്നു. ബ്രിക്സൺ ടണിൽ പൗൾട്ട്നി സ്ക്വയറിലെ 36-ാം നമ്പർ വീട്ടിലാണ് അവൾ ചെന്ന് കയറിയത്. നിങ്ങൾ ആരെയെങ്കിലും അവിടെ കണ്ടായിരുന്നോ? ഹോംസ് വീണ്ടും തിരക്കി. ഒരു ജനലിലൂടെ അകത്തെ കാര്യങ്ങൾ എനിക്ക് കാണാമായിരുന്നു. ഉടനെ മൂടിക്കെട്ടിയ ഒരു വാൻ അവിടെ വന്നു. അതിനകത്ത് 2 പേരുണ്ടായിരുന്നു. അവർ വണ്ടിയിൽ നിന്നിറങ്ങി എന്തോ ഒന്ന് താങ്ങി പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അതൊരു ശവപ്പെട്ടിയായിരുന്നു. ആഹാ! അകത്തേക്ക് ചാടിക്കയറാൻ ഞാൻ ഒരുങ്ങിയതാണ്. കതക് തുറന്നു കിടക്കുകയായിരുന്നു. ഞാൻ ആ വാതിക്കലേക്ക് അടുത്ത് നിന്നു.
ആ സ്ത്രീ എന്നെ കണ്ടു. അവൾക്ക് എന്നെ മനസ്സിലായി. പരിഭ്രമത്തോടെ അവർ കതക് വലിച്ചടച്ചു. എൻ്റെ വാഗ്ദാനം ഞാൻ ഓർത്തു. ഉടനെ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. നിങ്ങൾ ഭംഗിയായി അത് നിർവഹിച്ചു. ഹോംസ് ഒരു തുണ്ട് കടലാസിൽ എന്തോ കുറിച്ചു. ഒരു വാറണ്ടിനുള്ള അപേക്ഷയായിരുന്നു അത്. ഇതിനോടകം അവളെ അവർ കൊന്നിട്ടുണ്ടാകും. ആ ശവപ്പെട്ടി എന്തിനു വേണ്ടിയായിരിക്കും? ആർക്ക് വേണ്ടി? അതോ അവൾക്ക് വേണ്ടി തന്നെയാണോ? ഗ്രീൻ പരിഭ്രമം പ്രകടിപ്പിച്ചു. മിസ്റ്റർ ഗ്രീൻ, നമുക്ക് കഴിവുള്ളതെല്ലാം ചെയ്യാം. ഒരൊറ്റ നിമിഷവും പാഴാക്കരുത്. ഇത് നമുക്ക് കൈകാര്യം ചെയ്യാം. പോലീസിനെ ഏർപ്പാട് ചെയ്യുന്നതിന് വേണ്ടി ഗ്രീൻ പുറത്തേക്ക് പോയി. ഞാനും ഹോംസും കൂടി സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു. യാത്രക്കിടയിൽ ഹോംസ് സംഭവങ്ങൾ സമഗ്രമായി വിലയിരുത്തി. വിശ്വസ്തയായ തോഴിയിൽ നിന്ന് വേർപെടുത്തിയ ശേഷം അവർ ഈ സ്ത്രീയെ ലണ്ടനിലേക്ക് അപഹരിച്ചുകൊണ്ടുപോയി വീട്ടുതടങ്കലിൽ പാർപ്പിച്ചു. ആദ്യം മുതലേ അവരുടെ കണ്ണു പതിഞ്ഞിരുന്നത് അവളുടെ വിലപ്പെട്ട ആഭരണങ്ങളിലായിരുന്നു. അവയൊക്കെ വിറ്റ് തീർന്നിരിക്കുന്നു. ഇനിയും അവളെ വിട്ടയച്ചാൽ കുഴപ്പമാണ്. അതുകൊണ്ട് കൊന്നുകളയുക എന്ന മാർഗം മാത്രമേ അവരുടെ മുമ്പിലുള്ളൂ. അത് വളരെ വ്യക്തമാണ്. ഇനി നമുക്ക് വേറൊരു വഴിക്ക് ചിന്തിച്ചു നോക്കാം. നമുക്ക് ആ ശവപ്പെട്ടിയിൽ നിന്ന് തുടങ്ങാം. എന്നിട്ട് പിന്നോട്ടുള്ള കാര്യങ്ങളുടെ കാര്യകാരണ ബന്ധം കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ആ സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുമോ എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഔദ്യോഗിക അനുമതി എന്നിവയോടുകൂടി സാധാരണ രീതിയിലുള്ള ഒരു ശവസംസ്കാരം നടത്താനാവാം പദ്ധതി. ആ സ്ത്രീ കൊല്ലപ്പെട്ടുവെങ്കിൽ പിന്നിലുള്ള പൂന്തോട്ടത്തിൽ ശവം കുഴിച്ചിടാം. പക്ഷേ ഇവിടെയെല്ലാം സാധാരണ നിലയിലാണ് നടക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? വിഷപ്രയോഗമോ മറ്റോ മുഖേന ആ സ്ത്രീയെ കൊന്നിട്ടുണ്ടെങ്കിലോ? അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൃത്രിമമായിരിക്കുമോ? വാട്സൺ, അത് വളരെ അപകടകരമാണ്. അവർ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. പഴയ ശവപ്പെട്ടിക്കടയുടെ അടുത്തെത്തിയപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി. പൗൾട്ടി സ്ക്വയറിലെ ശവസംസ്കാരം നാളെ എപ്പോഴാണെന്ന് ചോദിച്ചു. കടയിലുണ്ടായിരുന്ന സ്ത്രീ യാതൊരു കൂസലും കൂടാതെ പറഞ്ഞു, രാവിലെ 8 മണിക്കാണെന്ന്. വാട്സൺ, ഇതിലൊരു നിഗൂഢതയുമില്ല. എല്ലാം സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നു. ഇനി നാം നേരിട്ട് ഒരാക്രമണം നടത്തണം. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ പക്കൽ ആയുധമുണ്ടോ? ഉണ്ട്, ഈ വടി. അതുപോരാ. പോലീസിനെ പ്രതീക്ഷിച്ചിരിക്കാനും നിയമത്തിൻ്റെ തലനാരിഴ കീറാനുമൊന്നും നമുക്കാവില്ല. വാട്സൺ, വരൂ, നമുക്കൊരു ഭാഗ്യപരീക്ഷണം നടത്തി നോക്കാം. പൗൾട്ടി സ്ക്വയറിൽ ഒരു വലിയ വീടിൻ്റെ വാതിക്കൽ ഞങ്ങൾ ചെന്നു. സർവത്ര ഇരുട്ട്. ഹോംസ് ഉച്ചത്തിൽ മണിയടിച്ചു. ഉടൻ തന്നെ വാതിൽ തുറക്കപ്പെട്ടു. അകത്തെ മങ്ങിയ വെളിച്ചത്തിൽ നല്ല ഉയരമുള്ള ഒരു സ്ത്രീയെ കാണാം. നിങ്ങൾക്ക് എന്ത് വേണം? ഇരുട്ടത്ത് നിൽക്കുന്ന ഞങ്ങളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അവർ ചോദിച്ചു. ഡോക്ടർ ഷ്ലിംസിഞ്ചറെ ഒന്ന് കാണണം, ഹോംസ് പറഞ്ഞു. ഇവിടെ അങ്ങനെ ഒരാളില്ലല്ലോ. ഉടനെ കതക് വലിച്ചടയ്ക്കാൻ ആ സ്ത്രീ ശ്രമിച്ചു. എന്നാൽ ഹോംസ് വാതിൽപ്പടിയിൽ കാലുവെച്ച് അത് തടഞ്ഞു. എനിക്കിവിടെയുള്ള പുരുഷനെയാണ് കാണേണ്ടത്. അയാൾ സ്വയം എന്ത് വിളിക്കുന്നു എന്നത് പ്രശ്നമല്ല, ഹോംസ് തറപ്പിച്ചു പറഞ്ഞു. അവർ മടിച്ചു നിന്നു. എന്നാൽ അടുത്ത നിമിഷം തന്നെ അവർ കതക് മലർക്കെ തുറന്നു. ശരി, നിങ്ങൾ അകത്തേക്ക് വരൂ. എൻ്റെ ഭർത്താവിന് ഈ ലോകത്തുള്ള ഒരുത്തനെയും അഭിമുഖീകരിക്കാൻ ഭയമില്ല. പുറത്തേക്കുള്ള വാതിലടച്ചിട്ട് അവർ ഞങ്ങളെ സ്വീകരണ മുറിയിലേക്ക് കൊണ്ടുപോയി. മിസ്റ്റർ പീറ്റേഴ്സിനെ ഉടൻ തന്നെ നിങ്ങൾക്ക് കാണാം. ആ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു. അതാ ഒരു തടിയൻ കടന്നു വരുന്നു. ഭംഗിയായി ഷേവ് ചെയ്തിട്ടുണ്ട്. കഷണ്ടിത്തലയാണ്. ചുവന്നു തുടുത്ത വലിയ മുഖം, തൂങ്ങിക്കിടക്കുന്ന കവിളുകൾ. കൃത്രിമമായ ഔദാര്യഭാവം പ്രകടമാണ്. എങ്കിലും ക്രൂരതയും ദുഷ്ടതയുമാണ് ആ മുഖത്തെ സ്ഥായി ഭാവങ്ങൾ. മാന്യന്മാരായ നിങ്ങൾക്ക് എന്തോ തെറ്റുപറ്റിയിട്ടുണ്ട്. ആരോ തെറ്റിച്ചു പറഞ്ഞു തന്നതായിരിക്കും. നിങ്ങൾ ഈ വഴിക്ക് മുന്നോട്ട് ചെന്നാൽ ചിലപ്പോൾ... മതി, ഞങ്ങൾക്ക് വെറുതെ കളയാൻ സമയമില്ല. നിങ്ങൾ അഡേലൈഡിലെ ഹെൻറി പീറ്റേഴ്സനാണ്. മുമ്പ് തെക്കേ അമേരിക്കൻ ബാഡനിൽ റവറൻ ഡോക്ടർ ഷ്ലിംസഞ്ചർ ആയിരുന്നു. എൻ്റെ പേര് ഷെർലക് ഹോംസ്. അത്ര തന്നെ തീർച്ചയാണ് നിങ്ങളെപ്പറ്റി പറഞ്ഞ കാര്യങ്ങളും. പീറ്റേഴ്സ് ഞങ്ങളെ തുറച്ചു നോക്കി. എന്നിട്ട് ശാന്തമായി പറഞ്ഞു, മിസ്റ്റർ ഹോംസ്, നിങ്ങളുടെ പേര് കേട്ടാലുടനെ ഞാൻ ഞെട്ടിപ്പോവുകയൊന്നുമില്ല. അയവുള്ള മനസാക്ഷിയോട് കൂടി ഒരാളെ വിരട്ടിക്കളയാമെന്ന് കരുതേണ്ട. എൻ്റെ വീട്ടിൽ നിങ്ങൾക്കെന്താണ് കാര്യം? ബേഡനിൽ നിന്ന് നിങ്ങൾ അപഹരിച്ചുകൊണ്ട് കടന്ന ലേഡി ഫ്രാൻസസ് കാർഫക്സിനെ നിങ്ങൾ എന്തു ചെയ്തു? അയാൾ ശാന്തനായി പറഞ്ഞു. ആ സ്ത്രീ എവിടെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? എങ്കിൽ ഞാൻ സന്തുഷ്ടനായിരിക്കും. അവൾ എനിക്ക് 100 പവൻ്റെ ഒരു ബില്ല് തന്നു തീർക്കാനുണ്ടായിരുന്നു. അതിന് തെളിവൊന്നും ഹാജരാക്കാനില്ല.
ബേഡലിൽ വെച്ച് അവൾ സ്വയം മിസ്സിസ് പീറ്റേഴ്സിനോടും എന്നോടും അടുത്തുകൂടി. അന്ന് ഞാൻ മറ്റൊരു പേരാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവൾ ഞങ്ങളുടെ കൂടെ ലണ്ടനിലേക്ക് പോന്നു. അവളുടെ ബില്ലടച്ചതും ടിക്കറ്റ് എടുത്തതും ഞാനാണ്. കടം വീട്ടാനായി കുറെ കാലഹരണപ്പെട്ട ആഭരണങ്ങൾ തന്നിട്ട് അവൾ എങ്ങോ പോയി. മിസ്റ്റർ ഷെർലക് ഹോംസ്, നിങ്ങൾ തന്നെ അവളെ കണ്ടുപിടിച്ചോളൂ. അതിന് ഞാൻ നിങ്ങളോട് കടപ്പെട്ടവനായിരിക്കും. ഞാൻ തന്നെ കണ്ടുപിടിക്കണം അല്ലേ? എങ്കിൽ അവളെ കണ്ടുപിടിക്കുന്നതിന് ഞാൻ ഈ വീടൊന്ന് പരിശോധിക്കാൻ പോവുകയാണ്, ഹോംസ് പറഞ്ഞു. വാറണ്ട് എവിടെ? ഉടനെ ഹോംസ് പോക്കറ്റിൽ നിന്ന് റിവോൾവർ വലിച്ചെടുത്തു. ശരിയായ വാറണ്ട് വരുന്നതുവരെ ഇത് മതിയാവും. എന്ത്, നിങ്ങളൊരു കൊള്ളക്കാരനാണോ? നിങ്ങൾ അങ്ങനെ പറഞ്ഞോളൂ. എൻ്റെ കൂട്ടുകാരനും ഒരു മഹാദുഷ്ടനാണ്. ഞങ്ങൾ ഒന്നിച്ച് നിങ്ങളുടെ വീട് പരിശോധിക്കുകയാണ്. ഞങ്ങളുടെ എതിരാളി തന്നെ കതവ് തുറന്നു തന്നു. ആനി, പോലീസിൽ അറിയിക്കൂ, അയാൾ പറഞ്ഞു. അവിടെയൊക്കെ സ്ത്രീകളുടെ പാവാടകൾ ധാരാളം കിടന്നിരുന്നു. വാട്സൺ, നമുക്ക് സമയം തീരെയില്ല. പീറ്റേഴ്സ്, ഞങ്ങളെ തടയാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അപകടം വരും, തീർച്ച. ആ ശവപ്പെട്ടി എവിടെ? നിങ്ങളുടെ വീട്ടിലേക്ക് നേരത്തെ കൊണ്ടുവന്ന ആ ശവപ്പെട്ടി. ശവപ്പെട്ടി നിങ്ങൾക്കെന്തിനാണ്? അത് ഉപയോഗത്തിലിരിക്കുകയാണ്. അതിലൊരു ശവശരീരമുണ്ട്. അതെനിക്ക് കണ്ടേ പറ്റൂ. ഒരിക്കലും ഞാനത് സമ്മതിക്കുകയില്ല. എങ്കിൽ നിങ്ങളുടെ സമ്മതം കൂടാതെ ഞാനത് കണ്ടോളാം. ഹോംസ് നിനച്ചിരിക്കാതെ അയാളെ തള്ളി മാറ്റിയിട്ട് ഹാളിലേക്ക് കടന്നു. അവിടെ പകുതി അടഞ്ഞ ഒരു വാതിൽ കണ്ടു. ഞങ്ങൾ അതുവഴി അകത്ത് കടന്നു. അത് ഭക്ഷണമുറിയാണ്. അവിടെ മേശയ്ക്ക് കീഴിൽ ആ ശവപ്പെട്ടി ഇരിക്കുന്നു. ഹോംസ് വിളക്കിൻ്റെ തിരി ഉയർത്തി. ശവപ്പെട്ടിക്കുള്ളിൽ എല്ലും തോലുമായ ഒരു മനുഷ്യരൂപം കിടക്കുന്നു. പ്രായം ചെന്ന് ചുക്കിച്ചുളിഞ്ഞ മുഖമാണ്. കൊലപാതകത്തിൻ്റെ ലക്ഷണമൊന്നുമില്ല. പട്ടിണി കൊണ്ടോ രോഗം കൊണ്ടോ ഉള്ള മരണമാകാം. ഈ കാണുന്ന അസ്ഥിപഞ്ജരം ഒരുപക്ഷെ ലേഡി ഫ്രാൻസിസിൻ്റെതാവാം. ഹോംസിന്റെ മുഖത്ത് അത്ഭുതവും അതേസമയം ആഹ്ലാദവും കളിയാടി. ദൈവത്തിന് സ്തുതി, ഇത് മറ്റാരുടെയോ ആണ്, ഹോംസ് മന്ത്രിച്ചു. മിസ്റ്റർ ഹോംസ്, നിങ്ങൾ ഒരിക്കൽ കൂടി വിഡ്ഢിയായി, ഞങ്ങളുടെ പിന്നാലെ വന്ന് പീറ്റേഴ്സ് പറഞ്ഞു. മരിച്ച ഈ സ്ത്രീ ആരാണ്? ഹോംസ് ചോദിച്ചു. നിങ്ങൾക്കത് യഥാർത്ഥത്തിൽ അറിയണമെങ്കിൽ പറയാം. എൻ്റെ ഭാര്യയെ മുമ്പ് ശുശ്രൂഷിച്ചിരുന്ന ഒരാളാണ്. റോസ് പെൻഡർ എന്നാണ് അവരുടെ പേര്. ബ്രിക്സ്റ്റൺ വർക്ക് ഹൗസിൽ ഞങ്ങൾ അവരെ കണ്ടുമുട്ടി. അവരെ ഞങ്ങളിവിടെ കൊണ്ടുവന്നു. ഡോക്ടർ ഫോർമസിനെ വിളിച്ചു വരുത്തി. ഫിർബാങ് വിലാസത്തിലുള്ള ആളാണ്. മേൽവിലാസം കുറിച്ചെടുത്തുകൊള്ളൂ. ക്രിസ്തീയ മതാചാരപ്രകാരം ശവസംസ്കാരം നടത്തും. വാർദ്ധക്യ സഹജമായ രോഗം മൂലം മരിച്ചു എന്നാണ് ഡോക്ടർ പറയുന്നത്. അത് ഡോക്ടറുടെ വെറുമൊരു അഭിപ്രായമാണ്. യാഥാർത്ഥ്യം നിങ്ങൾക്ക് ഭംഗിയായി അറിയാമായിരിക്കും. നാളെ രാവിലെ 8 മണിക്കാണ് ശവസംസ്കാരം നടക്കുന്നത്. മിസ്റ്റർ ഹോംസ്, ഈ പറഞ്ഞതിൽ വല്ല അപാകതയുമുണ്ടോ? ലേഡി ഫ്രാൻസിസ് കാർഫക്സിനെ അന്വേഷിച്ചു വന്ന നിങ്ങൾ 90 വയസ്സുള്ള ഒരു വൃദ്ധയുടെ ശവശരീരമാണ് കണ്ടത്. അപ്പോൾ നിങ്ങളുടെ മുഖത്ത് പ്രകടമായ ജാള്യത ഫോട്ടോയിലാക്കി വെക്കേണ്ടതായിരുന്നു. ഹോംസിന് അടക്കം വയ്യാത്ത രോഷമുണ്ടായി. എന്നാൽ കെട്ടിവെച്ചിരുന്ന കൈകൾ അതനുസരിച്ച് പ്രവർത്തിച്ചില്ല. മറ്റു സ്ഥലങ്ങൾ കൂടി പരിശോധിക്കട്ടെ? അത് വേണോ? ദയനീയമായി പീറ്റേഴ്സ് ചോദിച്ചു. വഴിയിൽ കനത്ത കാൽപ്പെരുമാറ്റം കേട്ടു. അതിങ്ങോട്ട് വരികയാണ്. ഇതിന്റെ ഫലം എന്താവുമെന്ന് നമുക്ക് കാണാമല്ലോ. ഓഫീസർമാരെ, ഇതുവഴി വരണേ. ഇവർ എൻ്റെ വീട്ടിൽ ബലാത്കാരമായി കടന്നുകയറിയിരിക്കുകയാണ്. എനിക്കിവരെ ഇറക്കിവിടാൻ കഴിയുന്നില്ല. ഇവരെ പറഞ്ഞുവിട്ട് ഞങ്ങളെ സഹായിക്കണേ. ഒരു സാർജന്റും കോൺസ്റ്റബിളും പടിവാതിക്കൽ നിന്നു. ഹോംസ് തൻ്റെ കാർഡ് അവരെ കാണിച്ചു. ഇതെൻ്റെ പേരും മേൽവിലാസവുമാണ്. കൂടെ നിൽക്കുന്നത് ഡോക്ടർ വാട്സൺ, എൻ്റെ സുഹൃത്താണ്. സർ, വളരെ ഉപകാരം. നിങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് ധാരാളം അറിയാം. എന്നാൽ ഒരു വാറണ്ട് കൈവശമില്ലാതെ നിങ്ങൾക്കിവിടെ നിൽക്കാൻ സാധ്യമല്ല, സാർജന്റ് അറിയിച്ചു. നിങ്ങൾ പറയുന്നത് ശരിയാണ്. എനിക്കത് പൂർണ്ണമായി അറിയാം, ഹോംസ് പറഞ്ഞു. അവനെ അറസ്റ്റ് ചെയ്യൂ, പീറ്റേഴ്സ് അട്ടഹസിച്ചു. ഈ മാന്യനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ അതെപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം, സർജന്റ് വളരെ ഗാംഭീര്യത്തോടെ പറഞ്ഞു. മിസ്റ്റർ ഹോംസ്, എന്നാൽ നിങ്ങൾ പോവുക തന്നെ വേണം. വരൂ വാട്സൺ, നമുക്ക് പോകാം. ഞങ്ങൾ വീണ്ടും തെരുവിലേക്കിറങ്ങി. ഹോംസ് തികച്ചും ശാന്തനായിരുന്നു. എന്നാൽ മാനഹാനിയും കോപവും കൊണ്ട് ഞാൻ കത്തിജ്വലിച്ച് നിൽക്കുകയായിരുന്നു. സാർജന്റ് ഞങ്ങളുടെ പിന്നാലെ എത്തി. മിസ്റ്റർ ഹോംസ്, ക്ഷമിക്കണം, ഞങ്ങൾ നിയമം നടപ്പാക്കുകയായിരുന്നു. സാർജന്റ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾക്കത് മാത്രമേ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. അവിടെ നിങ്ങൾ നിന്നിരുന്നതിന് തക്കതായ കാരണം കാണും. ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? സാർജന്റ്, ഒരു സ്ത്രീയെ കാണാതായ പ്രശ്നമാണിത്. അവൾ അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. വാറണ്ട് ഉടനെ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ശരി, ഞാൻ അവരെ ശ്രദ്ധിച്ചോളാം. എന്തെങ്കിലും സംഭവ വികാസമുണ്ടെങ്കിൽ ഞാൻ താങ്കളെ അറിയിക്കാം, സാർജന്റ് പറഞ്ഞു.
സമയം 9 മണി ആയിട്ടുണ്ടാവും. ഞങ്ങൾ നേരെ പോയത് ബ്രിക്സ്റ്റൺ വർക്ക് ഹൗസ് ആതുരാലയത്തിലേക്കാണ്. അവിടെ നിന്നും ഒരു വൃദ്ധയെ കൂട്ടിക്കൊണ്ടുവന്നുവെന്ന് പീറ്റേഴ്സ് പറഞ്ഞത് ശരിയാണ്. എല്ലാം സ്വാഭാവികമായി തന്നെ നടന്നതാണ്. ഇക്കാര്യത്തിൽ കൃത്രിമ പ്രയോഗത്തിന് യാതൊരു സാധ്യതയുമില്ല. ഞാൻ ഉറപ്പു തരുന്നു, ഡോക്ടർ പറഞ്ഞു. പിന്നെ ഞങ്ങൾ സ്കോട്ട്ലാൻഡ് യാർഡിലേക്ക് പോയി. വാറന്റിന്റെ കാര്യത്തിൽ നടപടി സംബന്ധമായ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അല്പം കാലതാമസം ഉണ്ടാവുക സാധാരണമാണ്. നാളെ രാവിലെ മജിസ്ട്രേറ്റിന്റെ ഒപ്പുവെച്ച് കിട്ടു. അടുത്ത ദിവസത്തിനു വേണ്ടി അദ്ദേഹം കാത്തിരുന്നു. ഹോംസ് വേഷം മാറി വന്നിരിക്കുകയാണ്. മുഖത്ത് ശരിക്കും ഉറക്കച്ചടവ് കാണാം. ശവസംസ്കാരം 8 മണിക്കല്ലേ? അദ്ദേഹം ഉത്കണ്ഠയോട് ചോദിച്ചു. ഇപ്പോൾ 7:20. ഇതൊരു ജീവൻ മരണ പ്രശ്നമാണ്. 100% മരണത്തിന്റെ ഭാഗത്താണ്. 1% ജീവന്റെ ഭാഗത്ത് കണ്ടെന്നും വരാം. നാം അല്പം പോലും താമസിക്കാൻ പാടില്ല. അക്കാര്യത്തിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്യുകയില്ല. 5 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ ബേക്കൽ സ്ട്രീറ്റിലെത്തി. ബിഗ് ബെൽ മറികടന്നപ്പോൾ 8 മണിക്ക് 25 മിനിറ്റേ ഉള്ളൂ. ബ്രിക്സ്റ്റൺ റോഡിലെത്തിയപ്പോൾ കൃത്യം 8 മണി. 8:10 ശവമഞ്ചം ആ വീട്ടുപടിക്കൽ തന്നെ നിൽക്കുകയാണ്. ശവപ്പെട്ടി അതാ വരുന്നു. 3 പേർ താങ്ങിയെടുത്തുകൊണ്ട്. ഹോംസ് മുന്നോട്ട് കുതിച്ചു. അവരെ തടഞ്ഞു നിർത്തി. ഇത് തിരികെ കൊണ്ടുപോയിക്കോളൂ, അദ്ദേഹം ദൃഢസ്വരത്തിൽ പറഞ്ഞു. ഈ നിമിഷം ഇത് തിരികെ കൊണ്ടുപോയിക്കോളൂ. നിങ്ങൾ എന്ത് നാശമാണ് ഈ പറയുന്നത്? നിങ്ങളുടെ വാറണ്ട് എവിടെ? പീറ്റേഴ്സ് അലറി. വാറണ്ട് വരുന്നുണ്ട്. അത് വരുന്നത് വരെ ഈ ശവപ്പെട്ടി നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരിക്കട്ടെ. പീറ്റേഴ്സ് പെട്ടെന്ന് തന്നെ വീട്ടിനുള്ളിലേക്ക് മറഞ്ഞു. ചുമട്ടുകാർ ശവം തിരികെ കൊണ്ടുപോയി. വാട്സൺ, വേഗം വേണം. ഇതാ ഒരു സ്ക്രൂ ഡ്രൈവർ. ശവപ്പെട്ടി വെച്ചു കഴിഞ്ഞപ്പോൾ ഹോംസ് പറഞ്ഞു. വാട്സൺ, ഈ സ്ക്രൂ ഡ്രൈവർ എടുക്കൂ. ഒരൊറ്റ മിനിറ്റിനിടയിൽ ഇതിന്റെ മൂടിയിളക്കിയാൽ നിങ്ങൾ സമർത്ഥൻ തന്നെ. പണി നടക്കട്ടെ. അത് കൊള്ളാം. ഇതുകൂടി, മറ്റേതുകൂടി. ഇനി ഒന്ന് ഒത്തുപിടിക്കൂ. കൊള്ളാം. അങ്ങനെ ഒടുവിൽ നാം അത് സാധിച്ചു. ശവപ്പെട്ടിയുടെ മൂടിയിളക്കി. ക്ലോറോഫോമിന്റെ അതിരൂക്ഷമായ ഗന്ധം. ഒരു ശവശരീരം കിടത്തിയിരിക്കുന്നു. തുണി കൊണ്ട് തല ചുറ്റിക്കെട്ടിയിട്ടുണ്ട്. അതിൽ ക്ലോറോഫോം പറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഹോംസ് അത് വലിച്ചെടുത്തു. മധ്യവയസ്കയായ ഒരു സുന്ദരി, ആത്മീയ ചൈതന്യം തുളുമ്പി നിൽക്കുന്നു. വാട്സൺ, അവൾ മരിച്ചോ? ജീവന്റെ ഒരു തരിയെങ്കിലും ബാക്കിയുണ്ടോ? നമ്മൾ അല്പം താമസിച്ചു പോയി അല്ലേ? ഹോംസ് വളരെ ആകാംക്ഷയും തിടുക്കവും നിറഞ്ഞ സ്വരത്തിൽ വിളിച്ചു ചോദിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ വന്നിട്ട് അരമണിക്കൂറോളം ആയിരിക്കുന്നു. പെട്ടിക്കുള്ളിലെ ശ്വാസം മുട്ടലും ക്ലോറോഫോമിന്റെ വിഷഗന്ധവും കൂടി ആയപ്പോൾ ലേഡി ഫ്രാൻസിസ് പൂർണ്ണമായും പ്രജ്ഞയറ്റ് കിടന്നു. എങ്കിലും അവൾ മരിച്ചിട്ടില്ല. അവസാന നിമിഷത്തിൽ കൃത്രിമ ശ്വാസം നൽകാൻ കഴിഞ്ഞു. ഈതർ കുത്തിവെച്ചു. ശാസ്ത്രത്തിന് കഴിയുന്ന എല്ലാ ഉപായങ്ങളും ഉപയോഗിച്ചു. ജീവന്റെ തുടിപ്പ് പ്രത്യക്ഷമായി തുടങ്ങി. കണ്ണുകൾ തുറക്കാൻ ശ്രമിക്കുന്നു. ജീവൻ പുനർഗമിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു. ഒരു വണ്ടി ഓടിയെത്തി. ഹോംസ് സൂക്ഷിച്ചു നോക്കി. ലെസ്ട്രേഡ് വാറണ്ടുമായി എത്തിയിരിക്കുന്നു. അയാൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ ആവോ? ഇവിടെ നമുക്ക് മറ്റൊരു സുപ്രധാന ജോലിയുണ്ട്. ഈ സ്ത്രീയെ ശുശ്രൂഷിക്കുക. അതിന് നമ്മേക്കാൾ അവകാശം മറ്റാർക്കുമില്ലല്ലോ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഗ്രീൻ. ലേഡി ഫ്രാൻസിസിനെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുന്നോ അത്രയും നന്ന്. ആ വൃദ്ധയുടെ ശവശരീരം പെട്ടിയിൽ തന്നെ കിടപ്പുണ്ട്. ഈ സമയം കൊണ്ട് അവരെ ശ്മശാനത്തിൽ കൊണ്ടുപോയി സംസ്കരിക്കാം. വാട്സൺ, നിങ്ങൾ എഴുതുന്ന ചരിത്ര അവലോകനത്തിൽ ഈ കേസിന്റെ കാര്യം കൂടി ഉൾപ്പെടുത്തിയാൽ കൊള്ളാം. അന്ന് വൈകുന്നേരം ഹോംസ് പറഞ്ഞു. എത്ര സമതുലിതമായ മനസ്സുള്ളവർക്കും പെട്ടെന്ന് ചില പാകപ്പിഴകൾ പറ്റിപ്പോയേക്കാം. അതിനൊരു ദൃഷ്ടാന്തമാണ് ഈ സംഭവം. എല്ലാ മനുഷ്യജീവികൾക്കും ഇത്തരം അബദ്ധങ്ങൾ പറ്റാവുന്നതാണ്. അവനെ മനസ്സിലാക്കുകയും തിരുത്തുകയും ചെയ്യുന്നവരാണ് മഹാന്മാർ. ഈ മഹത്വം ചെറിയ തോതിൽ എനിക്ക് അവകാശപ്പെടാമെന്ന് തോന്നുന്നു. നിസാരമായി തള്ളിക്കളയാവുന്ന എന്തെങ്കിലും സൂചനയോ അസാധാരണമായ വാചകമോ വികാരനിർഭരമായ അഭിപ്രായ പ്രകടനമോ ശ്രദ്ധയിൽപ്പെട്ടാൽ പിന്നെ എനിക്ക് ഉറക്കമില്ല. അത് തന്നെയാണ് ചിന്ത. രാവിലെ ഉണർന്നാലും ഞാൻ അത് തന്നെ ചിന്തിക്കുന്നു. ശവപ്പെട്ടി കച്ചവടക്കാരൻ്റെ ഭാര്യ പറഞ്ഞ കാര്യം ഫിലിപ്പ് ഗ്രീനിൽ നിന്ന് നമ്മൾ കേട്ടില്ലേ? ഇതിനു മുമ്പേ അവിടെ എത്തിക്കേണ്ടതായിരുന്നു. ഇതൊരു സാധാരണ കാര്യമല്ലല്ലോ. അല്പം കൂടുതൽ സമയമെടുത്തു. ശവപ്പെട്ടിയെക്കുറിച്ചാണ് അവൾ പറഞ്ഞത്. ഇത് സാധാരണമല്ലാത്തൊരു കാര്യമാണ്. അതിൻ്റെ അർത്ഥം അത് നിർമ്മിച്ചിരിക്കുന്നത് പ്രത്യേക അളവിലാണെന്ന് മാത്രമായിരിക്കാം. എങ്കിൽ എന്തിന്? പെട്ടിയുടെ അസാധാരണമായ വലിപ്പം, അതിനുള്ളിൽ പറ്റിക്കിടക്കുന്ന അസ്ഥികുടവും കൂടി കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്കൊരു തോന്നലുണ്ടായി. ഇത്രയും ശോഷിച്ച ഒരു ശവശരീരത്തിന് ഇത്രയും വലിയ പെട്ടി എന്തിന്? മറ്റൊരു ശരീരവും കൂടി കിടത്താൻ വേണ്ടിയാണ്. ഒരു സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് രണ്ടും കൂടി സംസ്കരിക്കാൻ കഴിയും. എൻ്റെ അന്തർനേത്രങ്ങൾ പ്രകാശിച്ചതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ വ്യക്തമായി കാണാൻ കഴിഞ്ഞത്. 8 മണിക്ക് ലേഡി ഫ്രാൻസിസ് സംസ്കരിക്കപ്പെടും.
ആ ശവപ്പെട്ടി വീട്ടിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് നമുക്കത് തടയാൻ കഴിയുമായിരുന്നു. അവളെ ജീവനോടെ കാണുകയെന്നത് തികച്ചും അസംഭവ്യമായ ഒരു സാധ്യതയായിരുന്നു. എങ്കിൽ പോലും ആ സാധ്യത നാം തള്ളിക്കളഞ്ഞുകൂടാ. അന്തിമ ഫലങ്ങളും അതാണ് തെളിയിച്ചത്. ഈ കക്ഷികൾ ആരെയും കൊന്നിട്ടുള്ളതായി ഞാൻ അറിഞ്ഞിട്ടില്ല. അവസാനം വരുമ്പോൾ യഥാർത്ഥ കുറ്റം അവർ ചെയ്തതായി ആരോപിക്കാൻ കഴിയാതെ വരും. അവൾ എങ്ങനെ മരിച്ചുവെന്ന് യാതൊരു സൂചനയും നൽകാതെ തന്നെ ജഡം കുഴിച്ചു മൂടാൻ അവർക്ക് കഴിയുമായിരുന്നു. ശവം തോണ്ടിയെടുത്താൽ പോലും അവർക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ട്. ഇത്തരം കാര്യങ്ങൾ അവർ പരിഗണിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ ചിന്തിച്ചു. ആ രംഗം വീണ്ടും ഭാവനയിൽ കാണാൻ നിങ്ങൾക്ക് കഴിയും. മേൽത്തട്ടിലുള്ള ഭീകരമായ രഹസ്യ സങ്കേതം നിങ്ങൾ കണ്ടതാണ്. ആ പാവപ്പെട്ട സ്ത്രീ ഇത്രയും നാൾ അവിടെയാണ് കിടന്നത്. അവർ അവിടെ ചെന്ന് ബലമായി അവളുടെ മേൽ ക്ലോറോഫോം പ്രയോഗിച്ചു കാണും. പിന്നെ പൊക്കിയെടുത്ത് പെട്ടിയിലിട്ടിരിക്കണം. ബോധം തെളിയുകയില്ലെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ശവപ്പെട്ടിക്കുള്ളിലും ക്ലോറോഫോം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ പെട്ടിയടച്ച് സ്ക്രൂ വച്ച് മുറുക്കി. വാട്സൺ, കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായമാണിത്. ലെസ്റേഡിന്റെ പിടിയിൽ നിന്ന് നമ്മുടെ പഴയ മിഷണറി സുഹൃത്തുക്കൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിലും തന്ത്രപരമായ കുറ്റങ്ങൾ അവർ ചെയ്തതായി ഭാവിയിൽ നമുക്ക് കേൾക്കേണ്ടി വരും.